അസ്സലാമു അലൈക്കും. ഇന്ന് പ്രധാനപ്പെട്ടൊരു കാര്യം കേട്ടോ ഞങ്ങളോട് പറയാൻ പോകുന്നത്. ഇത് നമ്മൾ മലപ്പുറം ലൈലത്താത്തയാണ്. നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ പോലും നമുക്കൊരു എന്താ പറയുക അവകാശം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കണത് അല്ലേ? ഇപ്പോൾ ലൈലാൻ്റെ വീട്ടിൽ വന്നിട്ടൊരു താത്ത എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. ഈ ലൈല എന്ന് പറഞ്ഞൊരു പ്രത്യേക തരം ഐറ്റംസാണ്. കാരണം പ്രത്യേക തരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഓൾ ആരത് കുറ്റം കാണാനോ കുറവ് കാണാനോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും മെസ്സേജ് ഇടാനോ അല്ലെങ്കിൽ ഫോൺ ചെയ്യാനോ ഓൾ ആരോടൊന്നിനും പോകാത്തൊരു പെണ്ണാണ് ഈ മലപ്പുറം ലൈലാത്ത. അപ്പോൾ പിന്നെ എന്തിനാ ഓളെടുത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ ഫോണിൽ കൂടെ ആണെങ്കിൽ തിരക്കടില്ല, മെസ്സേജ് ഇട്ടുകൊണ്ടാണെങ്കിൽ തിരക്കടില്ല. ഇത് ഓൾക്ക് നേരിട്ട് ഓളെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ചെന്നിട്ടാണ് ഈ ഒരു താത്ത മേലാറ്റൂരുള്ള ആ ഒരു താത്ത ചെയ്തിരിക്കുന്നത്. എന്തിനാ താത്ത അങ്ങനെ ചെയ്തു? തിരക്കടില്ല, നമ്മൾ ആരോടെങ്കിലും ഓളെ കുറ്റം പറയാം അങ്ങനെയൊക്കെയാണെങ്കിൽ ഇത് ഇവൾ അങ്ങോട്ട് വീട്ടിൽ കയറി ചെന്നിട്ട് ഈ പെണ്ണ് ചെയ്യണമല്ലോ അകത്തൊക്കെ കയറിയിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഓൾ പറയും. ഞാനൊക്കെയല്ലേ അന്തം വിട്ട് പോയി ഓളോരോ വാക്ക് കേട്ടിട്ട്. എൻ്റെ മക്കൾ ഇതൊക്കെ കേൾക്കല്ലേ, എന്താണ് ഓളെ ഇത് ഇതൊന്ന് ആലോചിച്ച് നോക്കാൻ പറയുന്നത്. കാരണം ശരിയല്ലേ, ചെറിയ മക്കളല്ലേ, 8ലും 7ലും 6ലൊക്കെ പഠിച്ചിട്ട് മക്കളല്ലേ, ഓൾതായിട്ടുകളൊക്കെ ഇത് കേൾക്കൂലേ. വെറും അനാവശ്യ വാക്കുകളാണല്ലോ ഇവൾ പറയണത്. അപ്പോൾ ഇവൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് ഇതിലേക്ക് ഇറങ്ങണം. കാരണം ഇങ്ങനെ ഓളിപ്പോൾ ഇന്ന് ലൈലാൻ്റെ വീട്ടിൽ പോയി, നാളെ വേറെ ആരെങ്കിലും വീട്ടിലേക്ക് പോകില്ല എന്ന് പറയാൻ പറ്റുമോ? ഓൾക്ക് പേടിച്ചാൻ ആരുമില്ല വിചാരിച്ചാൽ ഓക്കെ എന്തും ചെയ്യാമെന്നില്ല ആ ഒരു ഇതൊന്നും നമുക്ക് നടക്കൂല. പിന്നെ എന്തൊക്കെയോ പലതും പറഞ്ഞിരിക്കണോളോട് നമുക്ക്. ഓൾ പറയുന്ന പോലെ തന്നെ നമുക്ക് ഫോണിൽ കൂടെ അതേപോലെ വീഡിയോ കൂടെ ഒന്നും നമുക്കിത് പറയാൻ പറ്റൂല. ഓൾ പറയുന്നതിലും വലുത് നമ്മൾ ഇതായിക്കണം. എന്നാലും ഇതുപോലത്തെ ഒരു സംഭവം നമ്മളതിൽ ഉണ്ടായിട്ടില്ല. യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യണോണ്ട് കുറേ ആൾക്കാർ എതിർക്കാനും പറയാനൊക്കെ വന്നിക്കണമെങ്കിലും ഇതുപോലൊരിത് ഉണ്ടായിട്ടില്ല. ഒരാണുങ്ങൾ പോലും ഇങ്ങനത്തെ അനാവശ്യം പറയൂല. അത്രയ്ക്ക് വലിയ അനാവശ്യമാണല്ലോ ഓൾ പറഞ്ഞിരിക്കണത്. എന്താണ് ആ പെണ്ണിന് പേടിച്ചാൻ ആരില്ല എന്ന് വിചാരിച്ചാണ്ട് എന്തും ചെയ്യാമെന്നില്ല ആ ഒരു ഇതുണ്ടെങ്കിൽ ആ ഭാവമൊക്കെ അവൾ നിർത്താനായിക്കണം കേട്ടോ. ഒരു പെരയ്ക്ക് കയറി ചെന്നാലും നമ്മളേതൊരാൾ നമ്മളെ പെരയ്ക്ക് വരുമ്പോൾ നമ്മൾ ജാതിയോട് ജാതി അല്ലെങ്കിൽ തന്നെ നമ്മൾ വെള്ളം കൊടുക്കാനും അങ്ങനെയാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഇതിപ്പോൾ ഒരു താത്ത വരുമ്പോൾ എന്തായാലും നമ്മൾ കയറി ഇരിക്കുന്നതൊക്കെ വന്നോടുകൂടി ഓരോന്ന് പറയാം. പോരാത്ത റോട്ടിൽ ചെന്നിട്ട് ഒരാണുങ്ങളെ പോലെയാണ് അതിനെ പെരുമാറുന്നത്. ആണുങ്ങളാരെ നോട്ടതൊക്കെ എല്ലാ ആണുങ്ങളെയും ഉദ്ദേശിക്കാണ്ടൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒരാണൊരു പെണ്ണിനെ കണ്ടാൽ എല്ലാ ആണുങ്ങളും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകം പറയാൻ കേട്ടോ. ഈ പെണ്ണിന് എന്താണ് പറ്റിയിരിക്കണത് എന്താ ആർക്കും അറിയണില്ല. ഏതായാലും ഇവളിനി ഇതേപോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ലൈലാനെ ഞാനോളെ പരിചയപ്പെട്ടിട്ടൊരു 3-4 കൊല്ലറ്റാകാനായി. എനിക്കോളെ ശരിക്കും അറിയാം. ഓൾ ആർക്കും ഫോൺ വിളിച്ചാനോ ആരതും ചോദിച്ചറിയാനോ അല്ലെങ്കിൽ ഓലെ ഏഷണി പറയാനോ അല്ലെങ്കിൽ ഇവരിങ്ങനെ അങ്ങനെ ഒന്നും ഈ ലൈല പോകൂല. ഓൾ ആരോടക്കും പോകൂല. ഓളെ വീട്ടിലത്തെ പണികൾ, ഓളെ മക്കൾ, ഓളെ ഹസ്ബൻഡ്, ഓളെ ഇപ്പോൾ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, അതൊക്കെ തന്നെയാണ് ഓളെ വീട്ടിൽ പോവുക. അല്ലാതെ വേറെ പുറത്തേക്ക് എന്തിനേലും പോവുക അങ്ങനെ ഒന്നും ഓൾ പോകാത്ത ഒരാളാണ്. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ തന്നെ അവളൊരു 3 വട്ടം ചിന്തിക്കും. അതിന് പോകാൻ പറ്റുമോ, കുറേ ദൂരം ഉണ്ടോ, അങ്ങനെയെല്ലാം ചിന്തിച്ചിട്ട് ഓൾ നിർബന്ധമുള്ളതിനെ ഓളങ്ങനെ പോക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഓളോളെ വീട്ടിലത്തെ കാര്യങ്ങളും ഓളോളെ ഉമ്മാനെയും ആങ്ങളാരെയും ഓലൊക്കെ വീഡിയോയിൽ കൊണ്ടുവരും പറയുകയൊക്കെ ചെയ്യും. അല്ലാതെ പുറത്തുള്ള ആൾക്കാരെ പോയിട്ട് വീഡിയോ എടുത്താണ് പരസ്യമാക്കി അങ്ങനെ ഒന്നും ചെയ്യാത്തൊരു പെണ്ണാണ് ഈ ഒരു ലൈല കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനൊരിത് ഓൾ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. നമുക്ക് ഏതൊരാളെയും നമ്മൾ കണ്ടുകാണ്ട് നമ്മൾ വിലയിരുത്താൻ പാടില്ല. ആ ആളെ നമ്മൾ കണ്ട് ശരിക്കും പരിചയപ്പെട്ടിട്ട് നമ്മൾ വിലയിരുത്തണമല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയതാണ് കേട്ടോ ഈ ഒരു ലൈലാനെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് ഓളെല്ലാ കാര്യങ്ങളും ഓൾ എങ്ങനത്തെ ആളാണെന്നും ഒക്കെ എനിക്കറിയാം. ചിലർ അവർക്ക് ഭയങ്കര ഗെറ്റപ്പാണ്, ഒരിക്കലും അല്ല കേട്ടോ. ഓളെ കാണാൻ സുന്ദരി തന്നെയാണ്, അതേപോലെ തന്നെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഓൾ. കാരണം എന്താ വെച്ചാൽ ഓളെ കാര്യങ്ങൾ വെറും ഇതല്ലാതെ മറ്റുള്ളവർക്ക് ഇത് കിട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ തകർത്തണമെന്നോ ആവുമല്ലോ ചിന്ത. ഓളിപ്പോൾ ഇന്നാൾ ഒരു നമ്മളെ ഇവിടെ മലപ്പുറം ഭാഗത്തിൽ ഓൾ വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ ഓളൊക്കെ കമൻ്റ് ഇട്ടു, ഇജ് മോണിയാക്കിയോ, ഇത് അങ്ങനെ അയക്കണമല്ലോ അങ്ങനെ അയക്കണം. അതിനൊന്നും ആവശ്യമില്ല. പക്ഷേ ഓളെന്താണ് ഓൾക്ക് മാത്രം കിട്ടരുത്. യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും കിട്ടണം, എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ പോകണം, അങ്ങനത്തെ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഈ ഒരു മലപ്പുറം താത്ത കേട്ടോ.
മലപ്പുറം താത്താന്നൊന്നും എനിക്ക് വിളിച്ചണ്ട, പക്ഷേ അവൾ അങ്ങനെ അറിയപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരികയാണ്. ഈ ലൈലാനെ കുറിച്ച് എനിക്ക് ശരിക്കും അറിയാം. ഈ പെണ്ണ്, ഈ മേലാറ്റൂർ താത്ത അറിയണ ഈ ഒരു പെണ്ണ് ഇന്നലെ ഓളെ വീട്ടിൽ ചെന്ന്, ഇനി ഓൾ വരില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അപ്പോൾ ഈ ഒരു വരവും ഈ ഒരു പറച്ചിലും ഈ ഒരു ഓളെ ആ അഭിനയങ്ങളൊക്കെ നിർത്തിയേ പറ്റൂ. കാരണം നമുക്ക് ഒരു ദിവസം 2 ദിവസം ജീവിച്ചാൽ അപ്പോൾ നമ്മൾ മരിക്കോളം നമുക്ക് ജീവിക്കണം. പിന്നെ ചിലർ പറയും സോഷ്യൽ മീഡിയക്ക് ഇറങ്ങി ഇതൊക്കെ ഉണ്ടാവും, ഏതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരാളെ വീട്ടിൽ കയറി വന്നാൽ ഓളെ പേരിൽ നമുക്ക് കേസ് കൊടുക്കാൻ അവകാശമുണ്ട്. കാരണം അത്രക്കും അനാവശ്യമായിട്ട് ലൈലാനത്തുണ്ട്, ഓൾ പറഞ്ഞതും കാര്യങ്ങളൊക്കെ തെളിവിനുണ്ട്. പക്ഷെ അതൊന്നും ഓളിപ്പോൾ പബ്ലിക്കിൽ ഇട്ടിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓൾ ഇനിയും തൊയ്രം തരാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ലൈല എന്തായാലും പബ്ലിക്കിലിടും. അപ്പോൾ മക്കളെ എല്ലാവരും സൂക്ഷിച്ചോളി, ആരൊക്കെ വീട്ടിലേക്ക് ഓൾ വരിക ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് പ്രതികരിച്ചേ പറ്റൂ, അല്ലാതെ നമുക്ക് നടക്കൂല. കാരണം നമ്മളൊക്കെ വീഡിയോ ഇടണേയും നമ്മളൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ആൾക്കാരായതുകൊണ്ടാട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അസ്സലാമു അലൈക്കും.